ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിംഗ് ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിങ്. 40 മാർക്സിന് ഒരു ക്വസ്റ്റ്യൻ ഇതിന് എന്തായാലും പ്രോബ്ലം ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും എക്സാമിന്. അതുപോലെ തന്നെ MCQയിൽ 1-2-3 ക്വസ്റ്റ്യൻസോളം ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഒരിക്കലും എക്സാമിന് പോകുമ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു മൊഡ്യൂളും കൂടിയാണിത്. അപ്പോൾ ഇതിൽ കുറച്ചധികം ടോപ്പിക്സ് വരുന്നുണ്ട്. അതായത് പാർട്ട്ണറിൻ്റെ അഡ്മിഷൻ വരുന്നുണ്ട്, റിട്ടയർമെൻറ്റ് വരുന്നുണ്ട്, ഡെത്ത് വരുന്നുണ്ട്, പിന്നെന്താണ് അമാൽഗമേഷൻ വരുന്നുണ്ട്, ഡിസൊല്യൂഷൻ വരുന്നുണ്ട്. അപ്പോൾ കുറച്ചധികം ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ ഓരോ ടോപ്പിക്സ് വെച്ച് നമുക്ക് കവർ ചെയ്ത് പോവാം. സോ ഫസ്റ്റ് ടോപ്പിക്കാണ് അതിൽ അഡ്മിഷൻ ഓഫ് പാർട്ട്ണർ. നമുക്കറിയാം പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോഴത്തേനും 1-2 പേര് അല്ലെങ്കിൽ 3 പേര് കൂടി നടത്തുന്ന ഒരു ബിസിനസ് ആയിരിക്കും. അപ്പോൾ അതിൽ എന്താണ് കുറേ ചേഞ്ചസ് വരെ. അപ്പോൾ ഇതിൽ ഓൾറെഡി 3 പാർട്ട്നേഴ്സ് എക്സിസ്റ്റ് ചെയ്യാണ്. പക്ഷേ പുതിയൊരു പാർട്ട്ണറിനും കൂടെ അവർക്ക് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവർ അഡ്മിറ്റ് ചെയ്യുക. അപ്പോൾ അഡ്മിഷൻ നടക്കുന്ന സമയത്ത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന പാർട്ട്നേഴ്സ് തമ്മിലുള്ള റേഷ്യോസിന് ചേഞ്ച് വരും. ഷെയറിങ് റേഷ്യോസ്, പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോസിന് ചേഞ്ച് വരും. അപ്പോൾ അങ്ങനെ നടക്കുന്ന സമയത്ത് എന്തൊക്കെ ചേഞ്ച് വരും? ഗുഡ് വില്ലിന് ചേഞ്ച് വരും, അവരെ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ എത്ര, അതിന് ഷെയർ എത്ര, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് അഡ്മിഷൻ ഓഫ് പാർട്ട്ണറിൽ നമുക്ക് നോക്കാം. റിട്ടയർമെൻറ്റ് സമയത്ത് ഇതുപോലെ തന്നെ ഒരാൾ റിട്ടയർ ചെയ്ത് പോവുക. അപ്പോൾ അയാൾക്ക് കൊടുക്കാനുള്ള ഇത് എത്ര, അയാളുടെ ക്യാപിറ്റൽ എങ്ങനെ ചേഞ്ച് ചെയ്യും, പുതിയ ക്യാപിറ്റൽ എത്ര വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, കുറേ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നടത്താനുണ്ട്. ഫസ്റ്റ് തന്നെ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. അതായത് പാർട്ട്ണർഷിപ്പിൽ ഇപ്പോൾ എന്തെങ്കിലും അഡ്മിഷൻ നടക്കുക, അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് നടക്കുക, ഡെത്ത് നടക്കുക, എങ്ങനെയൊക്കെ ആയാലും അതിൽ എന്തൊക്കെ ചേഞ്ചസ്, എന്തായാലും അവരുടെ ചേഞ്ചസ്, പ്രോഫിറ്റ് എന്തായിരിക്കും, ചേഞ്ച് വരും. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്തായാലും ചേഞ്ച് വരും. അപ്പോൾ എന്തൊക്കെ കാൽക്കുലേഷൻസ് ആദ്യം നടത്തണം എന്നുള്ളത്. ഫസ്റ്റ് തന്നെ എന്താണ് ഗുഡ് വിൽ കാൽക്കുലേഷൻ. ഗുഡ് വിൽ കാൽക്കുലേഷൻ നടത്തണം. പിന്നെന്താണ്, നമ്മളിപ്പോൾ ഒരാളെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ ഒരാൾ ഗെയിൻ ചെയ്യും, റേഷ്യോ ഗെയിൻ ചെയ്യും, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഗെയിൻ ചെയ്യും, അല്ലെങ്കിൽ അയാൾ സാക്രിഫൈസ് ചെയ്യും. അപ്പോൾ പാർട്ട്നേഴ്സ് ഗെയിൻ ചെയ്യാണ്. ഏത് പാർട്ട്ണറാണോ ഗെയിൻ ചെയ്യുന്നത് അവരുടെ പ്രോഫിറ്റ് എന്തായിരിക്കണം, ഡെബിറ്റ് ചെയ്യണം. ഗെയിൻ ചെയ്യുന്ന ആളുടെ പ്രോഫിറ്റ് ഡെബിറ്റും, സാക്രിഫൈസ് ചെയ്യുന്ന ആളുടെ പ്രോഫിറ്റ് എന്ത് ചെയ്യണം, ക്രെഡിറ്റും ചെയ്യണം. പ്രോബ്ലം ചെയ്യുന്ന സമയത്താണ് അത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ. അതുപോലെ തന്നെ അസറ്റ്സിനെയും ലയബിലിറ്റീസിനെയും റിവാലുവേഷൻ നടത്തണം. അസറ്റ്സും ലയബിലിറ്റീസും റിവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അതിപ്പോൾ അഡ്മിഷനിലാണെങ്കിലും റിട്ടയർമെൻറ്റിലാണെങ്കിലും ഡെത്തിലാണെങ്കിലും 3 ഏകദേശം സിമിലർ ആയിരിക്കും കാര്യങ്ങൾ. അതുപോലെ ഇവർക്ക് റിവാലുവേഷൻ നടത്തുന്ന സമയത്ത് റിവാലുവേഷന് ചിലപ്പോൾ പ്രോഫിറ്റ് ആവാം, അല്ലെങ്കിൽ ലോസ് ആവാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വരുന്ന സമയത്ത് എന്താണ്, ഓൾഡ് പാർട്ട്നേഴ്സിൽ തന്നെ അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതുപോലെ എക്സിസ്റ്റിംഗ് റിസർവ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം, ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. ഇനി അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് പ്രോബ്ലം കേസ് വരുന്ന സമയത്ത് അത് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇനി അതുപോലെ ഗുഡ് വില്ലിൻ്റെ കാൽക്കുലേഷൻ നടത്താൻ വേണ്ടി 4 മെത്തേഡ്സ് എന്ന ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ഫസ്റ്റ് തന്നെ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. അതിലുള്ള പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ക്ലിയർ ആവും. വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, ഇത് രണ്ടും മെയിനായിട്ട് ചോദിക്കാറ് എക്സാമിന്. അപ്പോൾ അത് രണ്ടും വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് ആദ്യം തന്നെ ചെയ്ത് നോക്കാം. Sachin and Ganguly are partners of a firm, SG&Co. From the following information, calculate the value of goodwill by super profit method and capitalization method. ഓക്കെ. ഇപ്പോൾ ഇവിടെ ക്യാപിറ്റലൈസേഷൻ മെത്തേഡിലും സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് രണ്ട് വഴിയിലും എന്താണ് ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആവറേജ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഇൻ ദ ബിസിനസ് എത്രയാണ്, 5 lakh. നെറ്റ് ട്രേഡിംഗ് പ്രോഫിറ്റ് ഓഫ് ദ ഫേം ഫോർ ദി ലാസ്റ്റ് 3 yearsൻ്റെ നെറ്റ് ട്രേഡിംഗ് പ്രോഫിറ്റ്സ് തന്നിട്ടുണ്ട്. 1,50,000, 1,70,000, 1,90,000.
റേറ്റ് ഓഫ് റിട്ടേൺ എക്സ്പെക്റ്റഡ് ഫ്രം ക്യാപിറ്റൽ ഹാവിംഗ് regard to risk involved at 50% per annum. Goodwill to be valued at 2 years of purchase. ഓക്കെ, ഇപ്പോൾ നമുക്ക് ആദ്യം സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് വെച്ചിട്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ആദ്യം ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്, ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു number of years of purchase. ഓക്കെ, ഇതിൽ നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ് നമുക്കിവിടെ എത്രയാണ് തന്നിട്ടുണ്ട്? 2 ഇയേഴ്സ് തന്നിട്ടുണ്ട്. പക്ഷെ നമുക്കിവിടെ സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്, സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ഇവിടെ ആവറേജ് പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ടോട്ടൽ പ്രോഫിറ്റ്സിൻ്റെ ആവറേജ് എടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് 3 വർഷത്തെ എന്താണ് പ്രോഫിറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആവറേജ് പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ പ്രോഫിറ്റ്സ് തമ്മിൽ ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ എത്ര പ്രോഫിറ്റ്സിൻ്റെ, 3 ഇയറിലെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, 3 ഇയേഴ്സിലെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. സോ ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് നമുക്ക് അങ്ങനെ കിട്ടും. ഇനി ഇതിൽ നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ആവറേജ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 5 lakh തന്നിട്ടുണ്ട്. അതിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ ഫ്രം എക്സ്പെക്റ്റഡ് ഫ്രം ക്യാപിറ്റൽ എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്, 50% പെർ ആനം. അപ്പോൾ നോർമൽ പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? 5 lakhൻ്റെ 50% റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പോൾ 5 lakhൻ്റെ 50% ആയിരിക്കും എന്ത് നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആവറേജ് പ്രോഫിറ്റ് 1,50,000, 1,70,000 പ്ലസ് 1,90,000 ഡിവൈഡഡ് ബൈ 3 എത്ര കിട്ടും? 1,70,000 കിട്ടും. ഓക്കെ, ഇനി നോർമൽ പ്രോഫിറ്റ്. നോർമൽ പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 5 lakhൻ്റെ 50%. ഓക്കെ, അപ്പോൾ നോർമൽ പ്രോഫിറ്റും കിട്ടി, ആവറേജ് പ്രോഫിറ്റും കിട്ടി. ഇനി സൂപ്പർ പ്രോഫിറ്റിലേക്ക് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. സൂപ്പർ പ്രോഫിറ്റ് നമുക്ക് എത്ര കിട്ടും? 1,70,000 മൈനസ് 75,000, 95,000 കിട്ടും. ഇനി ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാം. നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ് എത്രയാണ്? 2 ഇയേഴ്സ്. 95,000 ഇൻറ്റു 2 എത്ര വരും? 1,90,000 ഗുഡ്വിൽ വരും. സോ ഗുഡ്വിൽ ഈക്വൽ ടു 95,000 ഇൻറ്റു 2 1,90,000. ഓക്കെ, സോ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് അപ്പോൾ ഇങ്ങനെ ചെറിയ ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കില്ല നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കാം. വലിയ ക്വസ്റ്റ്യൻസിൽ അതിൽ ഗുഡ്വില്ലിൻ്റെ കാൽക്കുലേഷൻ ആയിരിക്കും. അപ്പോൾ അതിലൊന്നിലേക്ക് ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞിട്ടുണ്ടാവും ഇന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ വെയിറ്റഡ് ആവറേജ് മെത്തേഡ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് അവർ പറഞ്ഞിട്ടുണ്ടാവും. ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു നമുക്കിപ്പോൾ ഇതിൽ തന്നിട്ടുണ്ടായിരുന്നു എന്ത് 3 വർഷത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആവറേജ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് തന്നിട്ടുണ്ടായിരുന്നു, റേറ്റ് ഓഫ് റിട്ടേൺ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്കത് ചെയ്യാം എന്നുള്ളത്. അപ്പം ഫസ്റ്റ് മെത്തേഡ് കഴിഞ്ഞു, അടുത്തത് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഗുഡ്വിൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ബിസിനസ് മൈനസ് ആവറേജ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. ഓക്കെ, ഇവിടെ നമുക്ക് ബിസിനസ്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ബിസിനസ്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ആവറേജ് പ്രോഫിറ്റ് എന്നാണ്. നമ്മളത് ആവറേജ് പ്രോഫിറ്റ് എത്ര കണ്ടുപിടിച്ചായിരുന്നു? 1,70,000 ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചായിരുന്നു. റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണ് എക്സ്പെക്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ 50% എക്സ്പെക്ട് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മുടെ ആവറേജ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ റേറ്റ് ഓഫ് റിട്ടേൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബിസിനസ്സിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ,
ഓക്കെ, അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിച്ചെന്ന് കൺഫ്യൂഷൻ വരുവാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ സെക്കൻഡ് ഗ്രൂപ്പിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു വാല്യൂ ഓഫ് ദ ഫേം. വാല്യൂ ഓഫ് ദ ഫേം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഉണ്ടായിരുന്നു. എന്തായിരുന്നു? വാല്യൂ ഓഫ് ഫേം ഈക്വൽ ടു EBIT ഡിവൈഡഡ് ബൈ റേറ്റ് ഓഫ് റിട്ടേൺ. ഓക്കെ, അതായത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അത് റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണെന്നുള്ളത്. അപ്പോൾ EBIT എന്ന് പറയുന്നത് എന്തായിരുന്നു? ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പോൾ ഇതിൽ EBIT എന്ന് പറയുന്ന നമ്മുടെ ഇപ്പോൾ 3 വർഷത്തെ പ്രോഫിറ്റ്സ് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളതിൽ 1,70,000 എന്തെടുത്തു? നമ്മുടെ ആവറേജ് പ്രോഫിറ്റ് എടുത്തു. അപ്പോൾ ഇതിൻ്റെ ബിസിനസ്സിൻ്റെ 1,70,000 ആയിട്ട് എടുത്തു. റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് എത്രയാണ്? 50%. സോ അതൊരു ഇക്വേഷനാണ്. അത് വെച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ വാല്യൂ കിട്ടും. ബിസിനസ്സിൻ്റെ ഫേമിൻ്റെ വാല്യൂ കിട്ടും. 11,33,333 ആയിരിക്കും അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബിസിനസ്സിൻ്റെ വാല്യൂ ഓഫ് ബിസിനസ് കിട്ടി മൈനസ് ആവറേജ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്രയാണ്? 5 lakh. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓക്കെ, ഇതാണ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. XYZ are partners in the ratio 3:2:1. W is admitted with the 1/6 share in future profits. So W admit ചെയ്തു എത്ര ഷെയർ ഓഫ് പ്രോഫിറ്റ്സിലാണ്? 1/6 ഷെയർ ഓഫ് ഫ്യൂച്ചർ പ്രോഫിറ്റ്സിൽ. Z would retain his original shares. Find out the new profit sharing ratio of the partners. അപ്പോൾ അഡ്മിഷനിൽ നടക്കുന്ന സമയത്ത് അവരുടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ എപ്പോഴും എന്താണ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വരുന്ന സമയത്ത് നമുക്ക് ഗെയിനിങ് റേഷ്യോ, അതായത് ഒരാൾ ഗെയിൻ ചെയ്യുന്നുണ്ടാവും, ഒരാൾ സാക്രിഫൈസ് ചെയ്യുന്നുണ്ടാവും, അതാരാന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് 2 marks ക്വസ്റ്റ്യനാണ്. MCQസിനൊക്കെ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതൊന്നും ഒരിക്കലും മാർക്ക് കളയാതെ നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് ആദ്യം നോക്കാം. ഫസ്റ്റ് തന്നെ X, Y, Z. ഇത് ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നമുക്ക് എത്രയാണ് തന്നിട്ടുണ്ട്? 3:2:1. അപ്പോൾ 3:2:1 നമുക്ക് എങ്ങനെ എഴുതാം? 3 + 2 + 1, ദാറ്റ് ഈസ് 6. 3/6, 2/6, then 1/6. ഇനി നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളോട് പറഞ്ഞേക്കുന്നത് ഡബ്ല്യൂവിനെ അഡ്മിറ്റ് ചെയ്യാണ്. 1/6 ഷെയറിലാണ് അഡ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ അപ്പോൾ എത്ര ഷെയർ ഉണ്ട്? 6 ഷെയർ ഉണ്ട്. അതിൽ 1/6 ഷെയറിൽ എന്താണ് ഡബ്ല്യൂവിനെ അഡ്മിറ്റ് ചെയ്യണം. ബാലൻസ് എത്ര ഷെയർ ഉണ്ടാവും? ബാലൻസ് 5/6 ഷെയർ ഉണ്ടാവും. കാരണം എന്താ? അതായത് ടോട്ടൽ എത്ര ഷെയർ ഉണ്ട്? 6/6 ഷെയർ ഉണ്ട്. അതിൽ 1/6 ഷെയർ ആണ് ഡബ്ല്യൂവിന് കൊടുക്കുന്നത്. ഡബ്ല്യൂവിനെ അഡ്മിറ്റ് ചെയ്യാൻ നേരത്തെ 1/6 ഷെയർ കൊടുക്കുന്നു. ബാലൻസ് എത്ര ഷെയർ ഉണ്ട്? 5/6 അല്ലേ? ആ 5/6 ഷെയറിൽ ബാലൻസ് എന്ത് ചെയ്യും? XYZ അതിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എടുക്കും. അപ്പോൾ അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5/6 × 3/6. 5/6 ഷെയറിൻ്റെ 3/6 എത്രയാണെന്നുള്ളത്? 5/6 ഷെയറിൻ്റെ 2/6, 5/6 × 1/6. ഓക്കെ, ഇതിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് നോക്കാം. 15/36, 10/36, 5/36. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ ഗെയിനിങ് ഓക്കെ, അപ്പോൾ എന്താണ് ഇങ്ങനെയായിരുന്നു വരേണ്ടിയിരുന്നത്. പക്ഷേ ഇവിടെ വേറൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് അവിടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു പറഞ്ഞത്? Z would retain his original shares എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇസഡിൻ്റെ ഷെയർ എന്ന് പറയുന്നത്? അതായത് പുതിയൊരു പാർട്ട്ണറിനെ അഡ്മിറ്റ് ചെയ്യുന്ന സമയം അവരുടെ ഷെയർസിന് ചേഞ്ച് വരും. പക്ഷേ ഇസഡിൻ്റെ ഷെയർ എന്ത് തന്നെയായിരിക്കും? പഴയ ഷെയർ തന്നെയായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്ന സമയത്ത് ഇസഡിൻ്റെ ഷെയർ അങ്ങനെ തന്നെ ആയിരിക്കുക. വേറെ ഒന്നിനും അതിന് മാത്രം എന്താണ് ചേഞ്ച് വരുത്തുക, ബാക്കിയത്തത് മാത്രം ചേഞ്ച് വരുത്തുക. അപ്പോൾ XYZ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഇതിൽ ഇസഡിൻ്റെ എടുക്കണ്ട ബാലൻസ്. അപ്പോൾ അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ കേസിൽ എന്തെടുത്തേ? ഇസഡിൻ്റെ എടുക്കുക ചെയ്തത്. ഇസഡിനെ എടുത്തപ്പോഴത്തേനും 3/6 എന്നുള്ള രീതിയിൽ എടുത്തു. ഇവിടെ ഇപ്പോൾ ഇസഡിൻ്റെ എടുക്കുന്നില്ല. സോ 3:2 എടുക്കുക. 1 കൂടെ വരുമ്പോഴാണ് 3/6 വരിക. പക്ഷെ അവിടെ ഇസഡിൻ്റെ എന്താണ് ഒറിജിനൽ ഷെയർ അങ്ങനെ തന്നെ വെക്കുന്നതുകൊണ്ട് നമ്മളത് എടുക്കുന്നില്ല. അപ്പോൾ 3/5 ഇവിടെ 2/5 വന്നു.
ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എടുക്കുന്ന സമയത്ത് ഇവിടെ സെഡിൻ്റെ എത്രയാണ് 1/6, പഴയത് തന്നെ 1/6 തന്നെ വരും. ഡബ്ല്യു എത്രയാണ് അഡ്മിറ്റ് ചെയ്യുന്നത് 1/6. അപ്പോൾ ഇതിന് ഷെയർ എന്ന് പറയുന്നത് എത്രയായിരിക്കുന്നു? ടോട്ടൽ ഷെയർ എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? ടോട്ടൽ ഷെയർ എന്ന് പറയുന്നത് 6/6. അതിൽ ഡബ്ല്യൂട്ടിനെ അഡ്മിറ്റ് ചെയ്തപ്പോഴത്തേക്കും 1/6 ഷെയർ പോയി. ബാലൻസ് പിന്നെ ഇസഡിൻ്റെ ഷെയർ അത് 1/6, അത് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അതും അതിൽ മൈനസ് ചെയ്ത് ബാലൻസ് എത്ര വരും? 4/6 വരും. ഈ 4/6 ആണ് എന്താ തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ 4/6ൻ്റെ 3/5, 4/6ൻ്റെ 2/5 അങ്ങനെയായിരിക്കും എന്ത് വരുന്നത്? അഡ്ജസ്റ്റ്മെൻറ്റ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും? 12/30 ആൻഡ് 8/30. ഓക്കെ, കാരണം എന്താണ്? ഇസഡ് എന്തായിരിക്കും? ഇസഡിൻ്റെ ഷെയർ റിമെയിൻ സെയിം. ഇങ്ങനെ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ ഫസ്റ്റ് മെത്തേഡ് ഇപ്പോൾ യൂസ് ചെയ്ത പോലെ തന്നെ എടുക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ ന്യൂ ഷെയർ എങ്ങനെ വരും? ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വിൽ ബി 12/30, 8/30. ഇനി 1/6ഉം 1/6ഉം എടുക്കുന്നത് നമ്മളെപ്പോഴും നോക്കാം. അതായത് ഷെയർ റേഷ്യോൻ്റെ കേസ് വരുന്ന സമയത്ത് എപ്പോഴും ഡിനോമിനേറ്റർ സെയിം ആയിരിക്കണം. ഡിനോമിനേറ്റർ സെയിം ആക്കിയിട്ട് വേണം നമ്മളുടെ റേഷ്യോ ഇത് എഴുതാൻ. അപ്പോൾ 6ന് എങ്ങനെ ഡിനോമിനേറ്റർ സെയിം ആകും? 6ന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെങ്കിലാണ് നമുക്ക് 30 കിട്ടുക? അങ്ങനെ നോക്കിയാൽ മതി. അപ്പോൾ ഇൻറ്റു 5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 30 കിട്ടും. അപ്പോൾ ഡിനോമിനേറ്റർ നമ്മൾ എന്താണ് 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററും 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 5/30, 5/30. അപ്പോൾ 12/30, 8/30, 5/30, 5/30. ഇതിൻ്റെ റേഷ്യോ എങ്ങനെ വരും? ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 12:8:5:5. അതേ സമയം ഡിനോമിനേറ്റർ സെയിം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഡിനോമിനേറ്റർ നമ്മൾ സെയിം ആക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ അത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ 2019 ഡിസംബറിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. The balance sheet of X and Y who share profits and losses in the ratio of 3:2 at 31st March 2019 as follows. നമുക്ക് ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ഇതെന്താണ്? അഡ്മിഷനാണ്. ദേ ഡിസൈഡഡ് ടു അഡ്മിറ്റ് ഇറ്റ് ഓൺ ദാറ്റ് ഡേറ്റ് ഫോർ 1/4 ഷെയർ ഓൺ ദ ഫോളോയിങ് ടേംസിൽ. അപ്പോൾ ഇവിടെ ഓരോ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത് ആദ്യം നോക്കാം. ഫസ്റ്റ് എന്താണ്? പ്രിപ്പയർ ഇവാലുവേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് ദ പാർട്ട്നേഴ്സ് ആൻഡ് ദ ബാലൻസ് ഷീറ്റ് ഓഫ് ന്യൂ ഫോം. അപ്പോൾ ഇവാലുവേഷൻ അക്കൗണ്ടൊക്കെ പ്രിപ്പയർ ചെയ്യണം, ക്യാപിറ്റൽ അക്കൗണ്ട് എന്തായാലും പ്രിപ്പയർ ചെയ്യണമുള്ളത്, ദെൻ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ എന്താണ്? ഒരു പാർട്ട്ണറിനെയാണ് ഇവിടെ അഡ്മിറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവിടെ എന്തൊക്കെ കണ്ടീഷൻസ് ആണ് ആദ്യം വെച്ചിരിക്കുന്നതെന്ന് നോക്കാം. അത് വെച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ പ്രിപ്പയർ ചെയ്യേണ്ട അക്കൗണ്ട് ഏതാണ്? റിവാലുവേഷൻ അക്കൗണ്ടാണ്. അത് പ്രിപ്പയർ ചെയ്യാം. Then they decided to admit it on the data for 1/4 share of the following terms. Okay, ഏതൊക്കെയാണ് ടേംസ് നോക്കാം. ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വിൽ ബി 6:9:5 is set to bring a capital equal to 1/4 of the total capital of the new firm. ഓക്കെ, ടോട്ടൽ ക്യാപിറ്റലിന് 1/4 എന്ത് സെഡിന് കൊണ്ടുവരണം. അതുപോലെ തന്നെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയാണ് തന്നിട്ടുണ്ട്? 6:9:5 ആണ് തന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഓൾറെഡി പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയും കിട്ടി, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയും കിട്ടി. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് എന്താണ് ആര് സാക്രിഫൈസ് ചെയ്യുന്ന, ആര് ഗെയിൻ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. അതാദ്യം കണ്ടുപിടിക്കാം. ദെൻ ഗുഡ് ഓഫ് ദ ഫേം ഇസ് ടു ബി വാല്യൂഡ് അറ്റ് 4 years of purchase. Goodwill of the firm is to be valued at 4 years. Purchase of the average super profits for the last 3 years. Average profit for the last 3 years തന്നിട്ടുണ്ട്. നോർമൽ പ്രോഫിറ്റ്സ് ക്യാൻ ബി ഏൺഡ് വിത്ത് ക്യാപിറ്റൽ എംപ്ലോയിഡ് 30,000. നോ ഗുഡ് വിൽ ഇസ് ടു അപ്പിയർ ഇൻ ദ ബുക്സ്. അതായത് ഓൾറെഡി ഇവിടെ എന്താണ് ബുക്സിൽ ഗുഡ് വില്ല് തന്നിട്ടുണ്ട്. നമ്മൾ പുതിയ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്താണ് അതിൽ ഗുഡ് വില്ല് കാണിക്കേണ്ടതെന്ന് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഇസ് ടു ബ്രിങ് ഇൻ 24,000 ക്യാഷ് ഔട്ട് ഓഫ് ഹിസ് ഷെയർ ഓഫ് ഗുഡ് വില്ല് അദ്ദേഹത്തിൻ്റെ ഷെയർ ലിസറ്റിൻ്റെ ഷെയർ ഓഫ് ഗുഡ് വില്ല് 24,000. ടോട്ടൽ എത്രയാണ് നമുക്കറിയത്തില്ല, നമുക്ക് കണ്ടുപിടിക്കണം. അതിൽ 24,000 ക്യാഷ് ആയിട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ പേറ്റൻസ് ടു ബി റിട്ടേൺ ഡൗൺ ടു 30,000 ആൻഡ് സ്റ്റോക്ക് ഈസ് അണ്ടർ വാല്യൂഡ് ബൈ 2,000. ഇതൊക്കെ എന്തിൻ്റെ ബേസിസിൽ വരുന്ന അസറ്റ്സിൻ്റെ കുറവും കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കുന്നത്, അസറ്റ്സും ലയബിലിറ്റീസിൻ്റെ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യാം? റിവാലുവേഷൻ അക്കൗണ്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. ഇനി അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം? ഗെയിനിങ് റേഷ്യോയും സാക്രിഫൈസിങ് റേഷ്യോ ആദ്യം കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞിട്ട് ഗുഡ് വില്ലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, വർക്കിംഗ് നോട്ട് പ്ലസ് വർക്കിംഗ് നോട്ട്. അപ്പോൾ എന്താണ്? ഏതൊക്കെ പാർട്ട്നേഴ്സ് ഉണ്ട്? XYZ പാർട്ട്ണർ. അതിൽ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തന്നിരിക്കുന്നത് 3:2, 3/5, ദെൻ 2/5. ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തന്നിരിക്കുന്നത് എത്രയാണ്?
6:9:5. 6:9:5. 6/20, 9/20, 5/20. ഇങ്ങനെ 20 കിട്ടിയത് 6 + 9 + 5. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ഗെയിനിങ് ഓർ സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കാൻ നോക്കാം. ഗെയിനിങ് ഓർ സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മൈനസ് ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയാണ് എന്ത്? ഗെയിനിങ് ഓർ സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നമ്മൾ മൈനസ് ചെയ്താൽ മതി. പക്ഷേ മൈനസ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും എന്താണ് റേഷ്യോസ്, അതായത് ഫ്രാക്ഷൻസ് മൈനസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? ഡിനോമിനേറ്റർ എപ്പോഴും സെയിം ആക്കിയിരിക്കണം. ഡിനോമിനേറ്റർ സെയിം അല്ലാത്ത കേസിൽ ഒരിക്കലും അതിൽ മൈനസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. മൈനസ് ചെയ്യാൻ പറ്റും, പക്ഷേ മൈനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അത് ഒത്തിരി കുറച്ച് ടഫായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡിനോമിനേറ്റർ സെയിം ആക്കിയാൽ മതി. അപ്പോൾ നമുക്കൊരിക്കലും വലുതിന്, അതായത് ചെറുതിന് നമുക്ക് വലുതാക്കാം, വലുതിനെ നമുക്ക് ചെറുതാക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? 5നെ എന്ത് ചെയ്യുക? 20ലേക്ക് ആക്കാൻ നോക്കാം. ഈ 5നെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 20ൽ കിട്ടുക എന്ന് നോക്കാം ആദ്യം തന്നെ. ഓക്കെ, അപ്പോൾ 5ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 20 ഉണ്ട്. എത്ര വെച്ചിട്ട് ഇൻറ്റു ചെയ്യുമ്പോഴാണ്? 4 വെച്ചിട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ. അപ്പോൾ ഇൻറ്റു 4 ന്യൂമറേറ്ററിലും അടിയിലും, അതുപോലെ തന്നെ ഡിനോമിനേറ്ററിലും എന്ത് ചെയ്യുക? ഇൻറ്റു ചെയ്യുക. ദെൻ 12/20 കിട്ടും. ഇവിടെയോ 8/20. ഇനി നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മൈനസ് ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അപ്പോൾ 6 - 12 എന്ന് പറയുമ്പോൾ നെഗറ്റീവ് വരും, അതായത് 6/20 വരും, -6/20 വരും. ഇവിടെ 9 - 8 എന്ന് പറയുമ്പോൾ പോസിറ്റീവ് 1/20 വരും, 5/20 വരും. ഇവിടെ ഒന്നുമില്ല. അപ്പോൾ നോക്കാം എന്താണ്? എക്സ് എന്ന് പറയുന്നത് 6/20, അതായത് ലെസ്സാണ് വന്നിരിക്കുന്നത്. അതായത് ലെസ് വരാമെന്ന് പറഞ്ഞത് എന്താണ്? എക്സ് സാക്രിഫൈസ് ചെയ്യുക ചെയ്തത്. വൈക്ക് നേട്ടം ഉണ്ടാവുക. 8 ആയിരുന്നത് 9 ആയിട്ട് കൂടി. ഇവിടെ 12 ആയിരുന്ന പ്രോഫിറ്റ് എന്താണ്? ഷെയർ എന്താണ്? 6 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ ഇവിടെ സാക്രിഫൈസിങ് വന്നു, ഇവിടെ ഗെയിനിങ് വന്നു. ഓക്കെ, നമ്മളത് ആദ്യം കണ്ടുപിടിച്ചു. ഇത് നമുക്ക് ഗുഡ് വില്ല് കണ്ടുപിടിക്കാം. ഗുഡ് വില്ലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരുന്നത്? ഗുഡ് വില്ല് പർച്ചേസ്, നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ് എന്ന് പറയുന്നത് 4 ആണ് തന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും? ആവറേജ് പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റും. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കാതെ തന്നെ. സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ഓക്കെ, ആവറേജ് പ്രോഫിറ്റ് നമുക്ക് ടോട്ടൽ പ്രോഫിറ്റിൻ്റെ ആവറേജ് ആയിട്ട് തന്നേക്കുന്നതാണ്. നേരത്തെ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തതിൽ എങ്ങനെയായിരുന്നു? 3 പ്രോഫിറ്റ്സ് തമ്മിൽ തന്നേക്കുകയോ ചെയ്തത്, നമ്മൾ ഡിവൈഡ് ചെയ്തു. ഇത് പക്ഷെ നമുക്ക് ഡയറക്റ്റ്ലി തന്നേക്കുവാണ്. അപ്പോൾ 70,000 മൈനസ് എന്താണ്? 30,000 നോർമൽ പ്രോഫിറ്റ്. 40,000 ഹെൽപ്പ് ചെയ്ത സൂപ്പർ പ്രോഫിറ്റ്. ഇത് ഗുഡ് വില്ല്. ഗുഡ് വില്ല് അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ് ഇൻറ്റു സൂപ്പർ പ്രോഫിറ്റ്. നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ് 4. 40,000 ഇൻറ്റു 4, 1,60,000 ഹെൽപ്പ് ചെയ്ത വാല്യൂ ഓഫ് ഗുഡ് വിൽ. ഫേംസ് ഗുഡ് വിൽ എത്രയാണ്? 1,60,000 ആയിരിക്കും. ഇനി ഇതിൽ ഇസഡിൻ്റെ ഷെയർ ഓഫ് ഗുഡ് വിൽ എത്ര? വൈൻ്റെ ഷെയർ ഓഫ് ഗുഡ് വിൽ എത്ര? ഇസഡിൻ്റെ ന്യൂ ക്യാപിറ്റൽ എത്ര? ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണെന്ന് നോക്കിയാൽ ഗുഡ് വിൽ ഓഫ് ദ ഫോം എന്ന് പറയുന്നത് ഓക്കെ, ഇസഡിൻ്റെ ഷെയർ എത്ര കൊണ്ടുവരണം എന്ന് പറഞ്ഞിരിക്കുന്നത്? 1/4 ഷെയർ കൊണ്ടുവരണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടോട്ടൽ ഗുഡ് വിൽ വാല്യൂ കണ്ടുപിടിച്ചു അല്ലേ? അപ്പോൾ അതിൻ്റെ 1/4 ആയിരിക്കും എന്താ ഇസഡ് കൊണ്ടുവരേണ്ടത് ഗുഡ് വില്ലിൻ്റെ ഷെയർ ആയിട്ട്. അപ്പോൾ ഇസഡ് ഷെയർ ഓഫ് ഗുഡ് വിൽ എന്ന് പറയുന്നത് 1,60,000ൻ്റെ 1/4 എത്ര വരും? 40,000. ഇത്രയും എന്ത് വേണം? ഇസഡ് കൊണ്ടുവരണം. അതിൽ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, 24,000 ക്യാഷ് ആയിട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ബാലൻസ് നമ്മൾ എവിടെ നിന്ന് എടുക്കും? കറണ്ട് അക്കൗണ്ടിൽ നിന്ന് എങ്ങാനും എടുക്കാം അല്ലേ? ഇനി വേറൊരു കാര്യമുണ്ട്, അതായത് ഇപ്പോൾ ഇവിടെ ഒരു പാർട്ട്ണർ ഗെയിൻ ചെയ്യണം, ഒരു പാർട്ട്ണർ സാക്രിഫൈസ് ചെയ്യണം. അപ്പോൾ ഈ ഗെയിൻ ചെയ്യുന്ന ആൾ എന്ത് കൊണ്ടുവരണം? ഗുഡ് വില്ല് കൊണ്ടുവരണം. അതും എന്ത് തന്നെയാണ്? എക്സിലേക്ക് പോവാം, എക്സിൻ്റെ ഷെയറിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ വൈ എത്ര ഷെയർ ഓഫ് ഗുഡ് വില്ല് കൊണ്ടുവരണം? 1/20 ആണ് പുള്ളി, എത്രയാണോ പുള്ളി ഗെയിൻ ചെയ്തത് അത്രയും ഷെയർ എന്തെങ്കിലും കൊണ്ടുവരണം. അപ്പോൾ വൈൻ്റെ ഷെയർ ഓഫ് ഗുഡ് വില്ല് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. വൈസ് ഷെയർ ഓഫ് ഗുഡ് വിൽ 1,60,000ൻ്റെ 1/20
എത്ര വരും? 8,000. ഓക്കെ, ഇനി നമുക്ക് ഇവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഷെയർ ഓഫ് ഗുഡ് വില്ല് കഴിഞ്ഞു, ഗുഡ് വില്ലിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഇവാലുവേഷൻ അക്കൗണ്ട് എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത് നോക്കാം. ഇവാലുവേഷൻ അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം അതൊക്കെ നമുക്ക് നോക്കണം അല്ലേ. ഇവിടെ നോക്കാം. പേറ്റൻസ് ടു ബി റിട്ടേൺ ഡൗൺ ടു 3,000 ആൻഡ് സ്റ്റോക്ക് ഈസ് അണ്ടർ വാല്യൂഡ് ബൈ 2,000. പേറ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? അസറ്റാണ്. അപ്പോൾ അസറ്റ് 20,000 വാല്യൂ ഉള്ള അസറ്റ് എന്ന് പറയുന്നത് എത്രയായിട്ട് റിട്ടേൺ ഡൗൺ ചെയ്തു? 3,000 ആയിട്ട് റിട്ടേൺ ഡൗൺ ചെയ്തു. അപ്പോൾ അതായത് അവിടെ എത്ര കുറവ് വന്നു? 3,000 ആയിട്ട് കുറച്ചെന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 70,000 കുറവ് അവിടെ വന്നു. അപ്പോൾ റിവാലുവേഷൻ അക്കൗണ്ടിൽ എങ്ങനെയാണ്? അസറ്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ എങ്ങനെയാണ് ചെയ്യുന്നത്? അസറ്റ് എന്ന് പറഞ്ഞാൽ കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യും, ലയബിലിറ്റീസ് അതൊക്കെ എന്ത് ചെയ്യും? കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും. പക്ഷേ റിവാലുവേഷൻ അക്കൗണ്ട് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അസറ്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും, കുറയുകയാണെങ്കിൽ ഡെബിറ്റ് ചെയ്യും. ഇവിടെ അസറ്റ് എന്താ ചെയ്തേക്കുന്നത്? കുറയുക ചെയ്തേക്കുന്നത് അല്ലേ. അപ്പോൾ അസറ്റ് കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ഇനി അടുത്തത് സ്റ്റോക്ക് ഈസ് അണ്ടർ വാല്യൂഡ് ബൈ 2,000. അതായത് സ്റ്റോക്ക് ഇവിടെ എത്ര ഉണ്ടായിരുന്നു? 60,000 ഉണ്ടായിരുന്നു. ഈ സ്റ്റോക്ക് 60,000 അണ്ടർ വാല്യൂ ചെയ്തെന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഓവർ വാല്യൂഡ് എന്ന് പറയുമ്പോൾ കൂട്ടിയിട്ടേക്കുന്നതെന്ന്, അണ്ടർ വാല്യൂ ചെയ്തെന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? കുറവാണ് വന്നിരിക്കുന്നത്. 2,000 അവിടെ കണക്കിൽ കൂട്ടാനായിട്ട് കൂട്ടിയില്ല. അപ്പോൾ അവിടെ 2,000 കൂടുക ചെയ്തത്. അപ്പോൾ ഇവിടെ 60,000 പകരം 62,000 ആയിരുന്നു വരേണ്ടത്. അപ്പോൾ സ്റ്റോക്ക് എന്താ ചെയ്തത്? കൂടുക ചെയ്തത്. സ്റ്റോക്ക് കൂടി എന്ന് പറയുമ്പോഴത്തേനും അത് അസറ്റാണ്. അസറ്റ് കൂടി എന്ന് പറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഓരോന്നും അതുപോലെ ചെയ്യുക. 20% ഓഫ് ജനറൽ റിസർവ്സ് ടു ബി ട്രാൻസ്ഫേർഡ് ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു അഡ്മിഷൻ്റെ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും എക്സിസ്റ്റിംഗ് റിസർവ്സ് അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ തന്നെ ഡിവൈഡ് ചെയ്ത് പോകും. അപ്പോൾ ഇവിടെ ജനറൽ റിസർവിലേക്ക് 20% ജനറൽ റിസർവിൻ്റെ 20% എന്താണ്? ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാലൻസ് എങ്ങോട്ടേക്ക് പോകും? പാർട്ട്ണർ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് പോവാം. 9,000 ഇൻക്ലൂഡഡ് ഇൻ സൺഡ്രി ക്രെഡിറ്റേഴ്സ് ടു ബി റിട്ടേൺ ബാക്ക് ആസ് നോ ലോങ്ങർ പേയബിൾ. ഓക്കെ, അതായത് ക്രെഡിറ്റേഴ്സിൻ്റെ 36,000 ക്രെഡിറ്റേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ 9,000 പേയബിൾ, നോ ലോങ്ങർ പേയബിൾ. ഓക്കെ, പേയബിൾ അല്ല. അപ്പോൾ ലയബിലിറ്റി എന്താണ്? 36,000 ഉണ്ടായിരുന്നു, 9,000 ഇനി പേ ചെയ്യേണ്ടെന്ന് അർത്ഥം. അപ്പോൾ കുറഞ്ഞു, ലയബിലിറ്റി കുറഞ്ഞു. ലയബിലിറ്റി കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ലയബിലിറ്റി കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ലയബിലിറ്റി ലയബിലിറ്റി കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ലയബിലിറ്റി കുറയുമ്പോഴോ? ക്രെഡിറ്റ് ചെയ്യും. ഇനി അടുത്തത് out of the amount which insurance which was debited entirely to P&L account, 10,000 to be carried forward as an unexpired insurance. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻഷുറൻസ് അതായത് 10,000 ഇൻഷുറൻസ് എന്താണ് ക്യാരി ഫോർവേഡ് ചെയ്തെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇൻഷുറൻസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? അൺഎക്സ്പയർഡ് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഓൾറെഡി പ്രീപെയ്ഡ് ചെയ്ത ഇൻഷുറൻസ് ആണ്. പ്രീപെയ്ഡ് ഇൻഷുറൻസ് എന്തായിരിക്കും? അസറ്റ് ആണോ ലയബിലിറ്റി ആണോ? അസറ്റ് ആണ് അല്ലേ. നമ്മൾ ഓൾറെഡി അഡ്വാൻസ് ചെയ്ത് പേ ചെയ്തതാണ്. അപ്പോൾ അത് നമ്മുടെ എന്താണ്? അസറ്റാണ്. അപ്പോൾ അസറ്റ് അവിടെ കൂടുക ചെയ്തത്. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. അൺഅക്കൗണ്ടഡ് അക്രൂവ്ഡ് ഇൻകം ഓഫ് 2,000 ടു ബി പ്രൊവൈഡഡ് ഫോർ. അക്രൂവ്ഡ് ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതും ഒരു എന്താണ്? അസറ്റാണ്. അതും നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. എ ഡെപ്റ്റർ വിച്ച് ഡ്യൂസ് ഓഫ് 10,000 were written off as bad debts paid 80% in full settlement. ഇവിടെ നോക്കാം. ഡെപ്റ്റർ എന്താണ്? അസറ്റാണ്. അതിൽ 10,000 ബാഡ് ഡെപ്റ്റ്സ് ആയിട്ട് റൈറ്റ് ഓഫ് ചെയ്തതാണ്. റൈറ്റ് ഓഫ് ചെയ്തതിൽ 80% എന്ത് ചെയ്തു? അയാൾ പേ ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾറെഡി നമുക്ക് കിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ബാഡ് ഡെപ്റ്റ് ആയിട്ട് 80 തള്ളിയത് ഫുൾ സെറ്റിൽമെൻ്റ് ആയിട്ട് കിട്ടി. 80% ഫുൾ സെറ്റിൽമെൻ്റ് ആയിട്ട് അത് നോക്കാം. 80% കിട്ടിയിട്ടുള്ളൂ. 10,000 80% എന്ന് പറയുമ്പോൾ 8,000 പേയ്മെൻറ്റ് കിട്ടി. അപ്പോൾ അതെന്തായിട്ട് മാറും? ബാഡ് ഡെപ്റ്റ്സ് റിക്കവർ ചെയ്തത് അസറ്റ് കൂടെയല്ല ചെയ്തത്. അതും എന്തിന്? ക്രെഡിറ്റിൽ പോകും. then a claim of 6,000 on account for of workmen's compensation to be provided for. Okay, then market value of investment was 90,000. മാർക്കറ്റ് വാല്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയായിരുന്നു? 1 lakh ആയിരുന്നു ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ആ 1,90,000 ആയിരുന്നു മാർക്കറ്റ് വാല്യൂ ഉണ്ടായിരുന്നത്. അപ്പോൾ അസറ്റ് ഓൾറെഡി 1 lakh ആയിട്ട് എഴുതിയത്, പക്ഷേ അത് 90,000 വാല്യൂ ഉള്ളൂ. അപ്പോൾ അതെന്താണ്? അസറ്റിൻ്റെ വാല്യൂ ഇവിടെ കുറയുകയും ചെയ്തത്. അസറ്റിൻ്റെ വാല്യൂ കുറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഡെബിറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു വാല്യൂവേഷനിൽ വരുന്നത്. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന ഹാഫ് ഓഫ് ദി ഇൻവെസ്റ്റ്മെൻറ്റ്സ് വർ ടു ബി ടേക്കൺ ഓവർ ബൈ ഓൾ ദി പാർട്ട്നേഴ്സ് ഓൾ ദി പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അപ്പോൾ അതെന്തിൽ വരുന്ന? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ. ഇത്രയാണ് റിവാലുവേഷൻ അക്കൗണ്ടിൽ വരുന്നത്. റിവാലുവേഷൻ അക്കൗണ്ടിൽ വരുന്നത് നമ്മൾ എഴുതാം. ഓക്കെ, അപ്പോൾ പേറ്റൻറ്റ് എന്താണ്? കുറയുക ചെയ്ത് 3,000 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ 70,000 അവിടെ കുറവ്. നമ്മളൊരിക്കലും ഇവിടെ ടോട്ടൽ എമൗണ്ട് അല്ലായിരുന്നു. എന്തൊക്കെ കുറഞ്ഞു കൂടി ആ എമൗണ്ട് മാത്രമേ നമ്മളിവിടെ എഴുതുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് എന്തായിരുന്നു? സ്റ്റോക്ക് ഈസ് അണ്ടർ വാല്യൂഡ് ബൈ 2,000. അപ്പോൾ അത് സ്റ്റോക്ക് കൂടുക ചെയ്തത്. ബൈ സ്റ്റോക്ക് 2,000
അടുത്തത് ജനറൽ റിസർവ് ടു ബി ട്രാൻസ്ഫർ ടു പ്രൊവിഷൻ ഫോർ ഔട്ട്ഫ്ലോ. അത് ലാസ്റ്റ് നമുക്ക് ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്, അത് നമുക്ക് ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല. 9,000 ഇൻക്ലൂഡിങ് സൺഡി ക്രെഡിറ്റേഴ്സ്. സൺഡി ക്രെഡിറ്റേഴ്സ് എന്താണ്, കുറയുകയാണ് ചെയ്തത്. അപ്പോൾ ലയബിലിറ്റി കുറഞ്ഞു എന്ന് പറയുമ്പോഴത്തേനും ഇവിടെ വരും, ക്രെഡിറ്റേഴ്സിൽ വരും. ഓക്കെ, എത്ര വരും, 9,000. അടുത്തത് ഇൻഷുറൻസ്, പ്രീപെയ്ഡ് ഇൻഷുറൻസ് എന്താണ്, അസറ്റ് കൂടി. അടുത്തത് അക്രൂഡ് ഇൻകം. $2,000 അല്ലേ, 2,000. ഇനി അടുത്ത് എന്തായിരുന്നു, ഡെപ്റ്റർ ഹൂസ് ഡ്യൂസ് 10,000. ഓക്കെ, ബാഡ് ഡെപ്റ്റ്സ് റിക്കവർ ചെയ്തത്. അപ്പോൾ ബാഡ് ഡെപ്റ്റ്സ് റിക്കവർ ചെയ്തെന്ന് പറയുമ്പോഴത്തേക്ക് അത് അങ്ങനെ തന്നെ എഴുതിയാൽ മതി, ബാഡ് ഡെപ്റ്റ്സ് റിക്കവേർഡ്. എത്രയാണ്, 10,000ൻ്റെ 80% എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ, 8,000 റിക്കവർ ചെയ്തു. ഓക്കെ, കഴിഞ്ഞില്ലേ. ഇനി ഇൻവെസ്റ്റ്മെൻറ്റും കൂടെ ഉണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അസറ്റ് കുറയുക ചെയ്തത്, കുറച്ച് എഴുതി. ഇൻവെസ്റ്റ്മെൻറ്റ് 1 lakh മൈനസ് 90,000, 10,000. ഓക്കെ, സോ എല്ലാം കഴിഞ്ഞു. ഇനി നമുക്കിത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നോക്കണം. പ്രോഫിറ്റ് ആണെങ്കിൽ ഇവിടെ വരും, ഡെബിറ്റ് സൈഡിൽ വരും. ലോസ് ആണെങ്കിൽ ഇവിടെ വരും. ഇപ്പോൾ ഏറ്റവും കൂടി നിൽക്കുന്നത് എവിടെയാണ്, ക്രെഡിറ്റ് സൈഡിലാണ് കൂടി നിൽക്കുന്നത്. ക്രെഡിറ്റ് സൈഡിൽ ടോട്ടൽ 31,000 ഉണ്ട്. ബാലൻസ് ഇവിടെ വരുന്നത് എന്തായിരിക്കും, പ്രോഫിറ്റ് ആയിരിക്കും. ആ പ്രോഫിറ്റ് എങ്ങനെയായിരിക്കും ഡിവൈഡ് ചെയ്യേണ്ടത്, ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോകും. നമ്മളിവിടെ അത് എഴുതണം. പക്ഷേ ടു പ്രോഫിറ്റ് റിവാലുവേഷൻ 31,000 മൈനസ് 27,000, 4,000 കിട്ടി. ഇനി അത് എക്സ് അക്കൗണ്ടിലേക്ക് എത്ര പോകുന്നു, എക്സിൻ്റെ ക്യാപിറ്റലിലേക്ക് എത്ര പോകും, വൈൻ്റെ ക്യാപിറ്റലിൽ എത്ര പോകും. എങ്ങനെയാണ് ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അതായത് ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2. 4,000 ഇൻറ്റു 3/5, 4,000 ഇൻറ്റു 2/5, 2,400, 1,600. ഓക്കെ, ഒരു വാല്യുവേഷൻ അക്കൗണ്ട് കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ XYZ ഇവരുടെ എന്തിനാണ് ബാലൻസ്, ഓപ്പണിംഗ് ബാലൻസ്, ബാലൻസ് ബ്രോട്ട് ഡൗൺ. എത്രയാണ്, നമുക്ക് ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുണ്ട് എക്സിൻ്റെ ക്യാപിറ്റൽ 1,68,000 എന്നും 1,12,000 എന്നും നോക്കാം. 1,68,000, 1,12,000. ഓക്കെ, $1,12,000. ഇനി അടുത്തത്, ഇനി എന്തൊക്കെ വരും ഇവിടെ, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് റിവാലുവേഷൻ ആൻഡ് പ്രോഫിറ്റ് എന്ത് ചെയ്യും, ഇവർക്ക് കിട്ടും. റിവാലുവേഷൻ പ്രോഫിറ്റ് അപ്പോൾ എന്താണ്, ക്രെഡിറ്റ് സൈഡിൽ വരും. പ്രോഫിറ്റ് ഓൺ റിവാലുവേഷൻ 2,400, 1,600. വേറെ എന്തൊക്കെയാണ് വരുന്നത്, അതായത് ജനറൽ റിസർവ്. ജനറൽ റിസർവ് എന്ത് ചെയ്യും, ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അത് ഓർക്കുക, ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും. അപ്പോൾ ജനറൽ റിസർവിൽ പക്ഷെ നമ്മളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നവർ, എന്തായിരുന്നു പറഞ്ഞിരുന്നത്, 20% ഓഫ് ജനറൽ റിസർവ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജനറൽ റിസർവിൻ്റെ എമൗണ്ട് എത്രയാണ്, 40,000 ആണ്. സോ ജനറൽ റിസർവിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 40,000 ആണ് ജനറൽ റിസർവ്. അതിൻ്റെ 20% ഇതിലേക്ക് പോകും. ബാലൻസ് 80% ഉണ്ടല്ലോ, ആ 80% എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ. ആ 40,000 80% എത്രയാണെന്ന് നോക്കാം. 32,000 ഇൻറ്റു 3/5, 19,200. എക്സിനും വൈക്ക് എത്രയായിരിക്കും അപ്പോൾ 12,800. ഓക്കെ, അത് കഴിഞ്ഞ് ഇനി അടുത്തത് എന്തൊക്കെയാണ്, നമ്മളിവിടെ ഇവിടെ വർക്ക്മെൻസ് കോമ്പൻസേഷൻ ഫണ്ട് അത് തന്നിട്ടുണ്ട്. വർക്ക്മെൻസ് കോമ്പൻസേഷൻ ഫണ്ടിൽ പക്ഷേ 6,000 എന്താണ് ക്ലെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്, ലയബിലിറ്റി ആണ്, അതവിടെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ബാലൻസ് എന്ത് ചെയ്യണം, അപ്പോൾ ഓൾഡ് പ്രോഫിറ്റ് ഷെയർ റേഷ്യോ, എല്ലാം ഓൾഡ് പ്രോഫിറ്റ് ഷെയർ റേഷ്യോയിൽ ഇത് പുതിയ പാർട്ട്നേഴ്സിന് യാതൊരു പങ്കുമില്ല. അതുകൊണ്ടാണ് നമ്മളെല്ലാം എന്താ ഡിവൈഡ് ചെയ്ത് ക്യാപിറ്റലിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ
വർക്ക്മെൻസ് കോമ്പൻസേഷൻ ഫണ്ട് അതിൽ 24,000 ഉണ്ട്. 24,000 6,000 ക്ലെയിം ലയബിലിറ്റിയാണ്. ബാലൻസ് എത്ര വരുന്നുണ്ട്? 80,000. ഈ 80,000 ഓൾ ദ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുക. 80,000 3/5 10,800 7,200. ഓക്കെ, ഇനി നമ്മളോട് എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഒന്നും പറഞ്ഞിട്ടില്ല, അപ്പോൾ അതങ്ങനെ തന്നെ വയ്ക്കുക. ഒന്നും പറയാത്ത കാര്യങ്ങൾ അവർ ചെയ്യാൻ നിൽക്കില്ല. ഓക്കെ, ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? ഓൾഡ് പാർട്ട്നേഴ്സ് ടേക്ക് ഓവർ ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ. അപ്പോൾ ഉണ്ടായിരുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന അസറ്റ് ആയിരുന്നു, പക്ഷെ അവർക്ക് കിട്ടുന്നില്ല, അത് ടേക്ക് ഓവർ ചെയ്തു. അപ്പോൾ അതെന്ത് വരും? ഇൻവെസ്റ്റ്മെൻറ്റ് ഡെബിറ്റ് സൈഡിൽ വരും. ഇൻവെസ്റ്റ്മെൻറ്റ് ഹാഫ് ഓഫ് ദി ഇൻവെസ്റ്റ്മെൻറ്റ് 90,000 ആണ് അതിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 90,000ൻ്റെ ഹാഫ് 45,000 അത് ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എങ്ങനെ വരും? 27,000 18,000. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഇനി നമുക്ക് ഗുഡ്വില്ലിൻ്റെ കാൽക്കുലേഷൻ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ അക്കൗണ്ടിൽ അത് കാണിക്കേണ്ട ഗുഡ്വില്ലിൻ്റെ കാൽക്കുലേഷൻ. അപ്പോൾ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ജേർണൽ എൻട്രി ഒന്ന് ജസ്റ്റ് എഴുതി നോക്കാം മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അതായത് ടോട്ടൽ എത്രയാണ്? ഇസഡിൻ്റെ ഷെയർ ഓഫ് ക്യാപിറ്റൽ എത്രയാണ്? 40,000 ഇത് 8,000. ഈ 40,000 24,000 എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? ക്യാഷ് ആയിട്ട് കൊണ്ടുവരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ ക്യാഷ് ആയിട്ട് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ജേർണൽ എൻട്രി എങ്ങനെ വരും? ബാങ്ക് അക്കൗണ്ട് 24,000 ക്യാഷ് ആയിട്ട് വരികയാണ്. ടു പ്രീമിയം ഫോർ എന്തിൻ്റെയാണ്? 24,000 പ്രീമിയം ഫോർ ഗുഡ്വില്ലിൻ്റെ. ഓക്കെ, ഇനി ഈ പ്രീമിയം ഫോർ ഗുഡ്വില്ല് അതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നോക്കണം. അതായത് ഇത് എല്ലാം എന്താണ്? എക്സിൻ്റെ ക്യാപിറ്റലിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ജേർണൽ എൻട്രി എങ്ങനെയാണെന്നുള്ളത്. പ്രീമിയം ഫോർ ഗുഡ്വില്ല് 24,000. ഇനി ബാലൻസ് 24,000 എടുത്തുള്ളൂ. ബാലൻസ് 60,000 എവിടെ നിന്ന് എടുക്കുന്നത്? കറണ്ട് അക്കൗണ്ടിൽ നിന്ന് എടുക്കുകയാണ്. അപ്പോൾ സെഡ്സിൻ്റെ കറണ്ട് അക്കൗണ്ടിൽ നിന്ന് 16,000. പിന്നെ എവിടെ നിന്ന് എടുക്കുന്നത്? പിന്നെ അതിൻ്റെ ഇനി വൈസ് ക്യാപിറ്റൽ. അപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞു 40,000 കഴിഞ്ഞു. ഇനി വൈൻ്റെ ക്യാപിറ്റൽ വൈസ് ഷെയർ ഓഫ് ഗുഡ്വില്ല് എന്ന് പറയുന്നത് 8,000. വൈസ് ക്യാപിറ്റൽ അക്കൗണ്ട് 8,000. ഇതെല്ലാം എങ്ങോട്ടേക്ക് ക്രെഡിറ്റ് ആവുന്നത്? എക്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക്. ഓക്കെ, $48,000 നമ്മളെവിടെ കാണിക്കണം? ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കണം. ഓക്കെ, ബൈ അപ്പോൾ എന്താണ്? ബാങ്ക് അക്കൗണ്ട്. അതായത് പ്രീമിയം ഫോർ ഗുഡ്വില്ല് എന്ന് എഴുതണം. ഓക്കെ, ബൈ ബാങ്ക് അക്കൗണ്ട്. സോറി, ഇതെന്താണ്? ഇസഡിൻ്റെതാണ്. ഇസഡിൻ്റെ ഗുഡ്വില്ലിൻ്റെ ഷെയറും അതുപോലെ തന്നെ കറണ്ട് അക്കൗണ്ടിൽ നിന്ന് എടുക്കുന്നത്. നമുക്കൊന്ന് ഒറ്റയടിക്കുകയാണെങ്കിൽ എഴുതാം ഇസഡ്സ് ഷെയർ ഓഫ് ഗുഡ്വില്ല് പ്രീമിയം ഫോർ ഗുഡ്വില്ല് എന്ന് എഴുതാം. ഓക്കെ, എത്ര വരും? ടോട്ടൽ 24,000 പ്ലസ് 60,000 48,000 ടോട്ടലായിട്ട് എഴുതാം. ഇനി എന്തും കൂടെ വരുന്നുണ്ട്? ഇത് എക്സിൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നത് നമ്മൾ അതിൻ്റെ ജേർണൽ എൻട്രി ഇപ്പോൾ എഴുതിയത്. ഓക്കെ, ഈ വൈസ് ക്യാപിറ്റൽ അക്കൗണ്ട് 40,000 അല്ലേ വരുന്നത്? എത്രയാണ്? 8,000. ഓക്കെ, ഇപ്പോൾ സെഡിൻ്റെ അതെല്ലാം കഴിഞ്ഞു. നമ്മളതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ എങ്ങനെ വരുന്നുള്ളത്. എക്സ് ക്യാപിറ്റലിലേക്ക് എന്ത് പോകുന്നു? 8,000 വൈകുന്നു പോകുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ സെഡിൻ്റെ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് ഇവിടെ ചെയ്യുന്നില്ല. കാരണം എന്താണ്? സെഡിൻ്റെ കയ്യിൽ നിന്ന് പോവുകയല്ല ചെയ്യുന്നത്. ഓക്കെ, സെഡ് കൊണ്ടുവരുന്നത് അത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ അത് അത്രയേ ഉള്ളൂ, അതിൻ്റെ കാൽക്കുലേഷൻ അത്രയേ ഉള്ളൂ. ഇനി നമുക്കതിന്
ക്യാപിറ്റലിൻ്റെ ബാലൻസ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ എത്രയാണ് ബാലൻസ് എന്നുള്ളത് ബാലൻസ് എമൗണ്ട് നോക്കി എഴുതാം. ടോട്ടൽ ഇവിടെ എത്ര വരും? 2,48,400 1,33,600. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാലൻസ് 2,40,400 മൈനസ് 'അപ്പോൾ ഇതിൽ നമ്മളൊരു കാര്യം പറഞ്ഞു. എന്താണ്? ഗുഡ് വില്ലിൻ്റെ, അതായത് ഇവിടെ ഗുഡ് വില്ലിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗുഡ് വിൽ ടു അപ്പിയർ ഇൻ ദ ബുക്സ്. അപ്പോൾ ഗുഡ് വില്ല് എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം. അതായത് ഗുഡ് വില്ല് എങ്ങനെയാണ്? ഓൾ ദ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 80,000 ഇൻറ്റു ഗുഡ് വില്ലും എത്ര വരും? 80,000 ഇൻറ്റു 3/5, 48,000 ഫോർ എക്സ്, 32,000 ഫോർ വൈ. ഓക്കെ, എന്നിട്ട് നമ്മളിത് എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. $1,73,400 അതുപോലെ തന്നെ 75,600 ഫോർ വൈൻ്റെ. അപ്പോൾ നമുക്ക് രണ്ടുപേരുടെയും ക്യാപിറ്റൽ കിട്ടി. ഇവർ രണ്ടുപേരുടെയും ക്യാപിറ്റൽ കിട്ടി. പക്ഷെ നമുക്കിനി ഇസഡിൻ്റെ ക്യാപിറ്റലും കൂടെ കണ്ടുപിടിക്കണം. അപ്പോൾ ഇസഡിൻ്റെ ക്യാപിറ്റൽ 1/4 ക്യാപിറ്റലാണ് എന്ത്? 1/4. അതായത് ടോട്ടൽ ക്യാപിറ്റലോടെ എന്താണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇസഡ് ടു ബ്രിങ് ക്യാപിറ്റൽ ഈക്വൽ ടു 1/4 ഓഫ് ദ ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദ ന്യൂ ഫേം. ഓക്കെ, ഈ ഫേമിൻ്റെ 1/4 കൊണ്ടുവരണം എന്നാണ് പറഞ്ഞെങ്കിൽ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ 1/4. അപ്പോൾ നമുക്ക് ടോട്ടൽ ക്യാപിറ്റൽ എത്രയാണെന്ന് പറഞ്ഞെങ്കിലാണ് അതിൻ്റെ 1/4 എത്രയാണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളത്. ഇതിലും ഇവരുടെ പുതിയ ക്യാപിറ്റൽ എത്രയാണ് വന്നിരിക്കുന്നത്? 1,73,400, 75,600 ഫോർ എക്സ് ആൻഡ് വൈ. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ടോട്ടൽ ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. 3 ന്യൂ ക്യാപിറ്റൽ ഫോർ എക്സ് ആൻഡ് വൈ എത്ര വരും? 1,73,400 75,600 ടോട്ടൽ 2,49,000. ഓക്കെ, ഇതാണ് ടോട്ടൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോറി, രണ്ടുപേരുടെയും ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതായത് ഈ 2,49,000 എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? അതായത് 2,49,000 എന്ന് പറയുന്നത് രണ്ടുപേരുടെ ക്യാപിറ്റലാണ്. ഈ ഇസഡ് എന്ന് പറയുന്ന ക്യാപിറ്റൽ അത് എത്ര ഷെയർ കൊണ്ടുവരണമെന്ന് പറഞ്ഞിരിക്കുന്നത്? 1/4 ഷെയർ. 1/4 ഷെയർ കൊണ്ടുവരികയാണെങ്കിൽ ബാലൻസ് എത്രയാണ്? 3/4 ഷെയർ ആണല്ലോ ഉണ്ടാവുക. അവർക്ക് രണ്ടുപേർക്കും കൂടെ കൂടി എക്സ് ആൻഡ് വൈക്കും കൂടെ കൂടി. അപ്പോൾ ഈ എക്സ് ആൻഡ് വൈൻ്റെ ക്യാപിറ്റൽ നമുക്ക് കിട്ടി. ആ ക്യാപിറ്റൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എത്രയായിരിക്കും? 3/4 ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2,49,000 എന്ന് പറയുന്നത് എന്തായിരിക്കും? 3/4 ക്യാപിറ്റൽ ആയിരിക്കും. ഓക്കെ, ഇത് 3/4 ക്യാപിറ്റൽ ആയിരിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ അതായത് 3/4 ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് ടോട്ടൽ കണ്ടുപിടിക്കാനായിട്ട് അത് നേരെ തിരിച്ച് ഫ്രാക്ഷൻ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ 3/4 എന്നുള്ളത് 4/3 ഒക്കെ എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ എത്രയാണെന്നുള്ളത് കിട്ടും. അപ്പോൾ ഇത് 2,49,000 ഇൻറ്റു 4/3 എന്ന് പറയുമ്പോഴത്തേക്കും 3,32,000 കിട്ടും. ഇതാണ് ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദ ഫേം. ഈ ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദ ഫേമിൻ്റെ 1/4 ആണ് ഇസഡ് ബ്രിങ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ്? 3,32,000ൻ്റെ 1/4 എന്ന് പറയുമ്പോൾ എത്ര വരും? 83,000. ഇസഡിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇത് ടോട്ടൽ ക്യാപിറ്റൽ. ഓക്കെ, ഇസഡ്സ് ക്യാപിറ്റൽ എന്ന് പറയുന്നതാണ് 1/4 83,000. ഓക്കെ, അതാണ് ഇപ്പോൾ ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ബാലൻസ് ആവാൻ ഇസഡിൻ്റെത് ബാലൻസ് ആവാൻ എന്ത് ചെയ്യണം? ഈ 83,000 എന്ന് പറയുന്നത് കൊണ്ടുവരണം. അപ്പോൾ അത് ബൈ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ബാലൻസ് ആയി
ഇവിടെയും ബാലൻസ്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് കഴിഞ്ഞു. ഇനി അടുത്തത് ബാലൻസ് ഷീറ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഒന്നും കൂടെ, എല്ലാം എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. ബാലൻസ് ഷീറ്റ് ടാലി ആവണമെന്നുണ്ടെങ്കിൽ എല്ലാം ഓക്കെ ആയിരിക്കും, അതർവൈസ് ടാലി ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണിച്ച് നടത്താം. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ ഓൾറെഡി ഉണ്ടായിരുന്നത് അങ്ങനെ തന്നെ എഴുതാം. ഓക്കെ, ക്രെഡിറ്റേഴ്സ് എങ്ങനെയായിരുന്നു? 36,000 ആയിരുന്നു. അതിൽ 9,000 നോ ലോങ്ങർ പേബിൾ പറഞ്ഞു. അപ്പോൾ എത്ര വരും? 36,000 മൈനസ് 9,000 27,000. ഇനി അടുത്തത് വർക്ക്മെൻസ് കോമ്പൻസേഷൻ. അത് 24,000-ൽ 6,000 മാത്രം അവിടെ ബാക്കി വെച്ചിട്ട് ബാലൻസ് എന്ത് ചെയ്ത് ക്യാപിറ്റൽ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തു. വർക്ക്മെൻസ് കോമ്പൻസേഷൻ ഫണ്ട് 6,000. ഇനി എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് അത് നമ്മൾ എടുത്തിട്ടില്ല, അതൊന്നും പറഞ്ഞിട്ടില്ല, അപ്പോൾ അതങ്ങനെ തന്നെ ഉണ്ട് അവിടെ അല്ലേ. $20,000. ഇനി അടുത്തതാ ജനറൽ റിസർവ്. അത് എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്ത് പോയി. ഇനി ക്യാപിറ്റൽ, പുതിയ ക്യാപിറ്റൽ, എക്സിൻ്റെ ക്യാപിറ്റൽ, വൈസ് ക്യാപിറ്റൽ, ഇസഡ്സ് ക്യാപിറ്റൽ. എത്ര വന്നു? 1,73,400, 75,600, then 83,000. ഓക്കെ, ഇവിടുത്തെ ഓക്കെ. ഇനി അടുത്തത് നമുക്ക് ഇവിടുത്തെ ഇവിടെ നമ്മളോട് ക്യാഷ് അറ്റ് ബാങ്ക് പഴയ തന്നെ ആയിരിക്കും? അല്ല, കാരണം എന്താ? അവിടെ പുതിയ ഇസഡ് കുറച്ച് ക്യാഷായിട്ട് കൊണ്ടുവന്നു. അങ്ങനെയൊക്കെ വന്ന സമയത്ത് അവിടെ എന്തായി? ക്യാഷിൻ്റെ ബാലൻസ് ചേഞ്ച് ചെയ്യും. അപ്പോൾ നമുക്കൊരു ക്യാഷിൻ്റെ ലെഡ്ജറും കൂടെ പ്രിപ്പയർ ചെയ്യണം, എത്ര ക്യാഷ് ബാലൻസ് ഉണ്ടെന്ന് അറിയാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാഷ് അറ്റ് ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ക്യാഷ് അറ്റ് ബാങ്ക് അക്കൗണ്ടിൽ അത് തന്നെ അതിൻ്റെ ബാലൻസ് എത്രയാണ്? അസെറ്റാണ്, അപ്പോൾ ഡെബിറ്റ് ബാലൻസ് ടു ബാലൻസ് പ്രോഡം 20,000 ആയിരുന്നു ബാലൻസ് ഉണ്ടായിരുന്നത്. ഇതിൽ എന്തൊക്കെ വന്നു? അതായത് ഇസഡിൻ്റെ ക്യാപിറ്റൽ വന്നു. ഇസഡിൻ്റെ ക്യാപിറ്റൽ എന്താണ്? ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താണ് ക്യാപിറ്റലിൽ ക്രെഡിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ 83,000 എന്താണ് കൊണ്ടുവരണമല്ലോ. അപ്പോൾ 83,000 ക്യാഷായിട്ട് ബാങ്കിൽ വന്നു ടു ഇസഡ്സ് ക്യാപിറ്റൽ. കൂടി അല്ലേ, 83,000 വന്നു. ഇനി അടുത്തത് ഗുഡ് വില്ലിൻ്റെ എമൗണ്ട്. അതും എന്തെന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? 24,000 ക്യാഷായിട്ട് കൊണ്ടുവന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാലൻസ് കറണ്ട് അക്കൗണ്ടിൽ എടുക്കുക. അപ്പോൾ ആ 24,000 ഇവിടെ വരും. പ്രീമിയം ഫോർ ഗുഡ് വില്ല്. എത്രയാണ്? 24,000. ഇനി അടുത്തത് ഏതാണ്? ഇനി എന്തെങ്കിലും ക്യാഷായിട്ട് അങ്ങനെ എന്തെങ്കിലും വന്നു നോക്കാം. ബാഡ് റിക്കവർ ചെയ്തായിരുന്നു. അതെന്താണ്? 8,000 ക്യാഷായിട്ട് ഫുൾ സെറ്റിൽമെൻറ്റ് നടത്തിയെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതും എന്ത് വരും? അതിൻ്റെ എമൗണ്ട് വരും അവിടെ അല്ലേ. ടു ബാഡ് ഡെറ്റ്സ് റിക്കവേർഡ്. വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. 8,000 ടോട്ടൽ 1,35,000. ഇതായിരിക്കും എന്ത്? ക്യാഷിൻ്റെ ബാലൻസ് ചേഞ്ച് ചെയ്തപ്പോൾ ബൈ ബാലൻസ് ക്യാരി ഡൗൺ. ഓക്കെ, അപ്പോൾ ക്യാഷ് അറ്റ് ബാങ്ക് എത്ര വന്നു? 1,35,000 വന്നു. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് എത്രയായിരുന്നു? 1,30,000 ആയിരുന്നു. പക്ഷേ ഇതിൽ നമ്മളോട് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജനറൽ റിസർവിൻ്റെ 20% എന്തായിരുന്നു? പ്രൊവിഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ എന്താണ്? ഇവിടെ കുറച്ച് കാണിക്കണം. പ്രൊവിഷൻ എത്രയാണ്? 10,000 ഉണ്ടായിരുന്നു. ഇനി ജനറൽ റിസർവിൻ്റെ 20% എന്ന് പറയുമ്പോൾ എത്ര വരും? 40,000-ൻ്റെ 20%, 8,000. അപ്പോൾ 10,000 പ്ലസ് 8,000, 18,000 ലെസ് ചെയ്യും. എത്ര വരും അപ്പോൾ? 1,12,000. ഇനി സ്റ്റോക്കിൻ്റെ വാല്യൂ എത്ര വരും? 60,000 ആയിരുന്നു, 2,000 കൂടെ എക്സ്ട്രാ വന്നു. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ എത്ര വരും? 90,000 ആയിരുന്നു. അതിൽ 45,000 പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ ഡിവൈഡ് ചെയ്തു. ബാലൻസ് 45,000 ഇനി ഉള്ളൂ. ഇനി പേറ്റൻസ് 3,000 ആയിട്ട് റിട്ടേൺ ഡൗൺ ചെയ്തു അല്ലേ.
3000 ആയിട്ട്. ഇനി പ്രിപ്പയർഡ് ഇൻഷുറൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു അസറ്റാണ്, അതും ഇവിടെ എഴുതണം. ഓക്കെ, 10,000. ഇനി അക്രൂഡ് ഇൻകം 2000. ടോട്ടൽ ചെയ്ത് നോക്കാം, എന്തെങ്കിലും കുറവ് വന്നു നോക്കാം. ഇവിടെ എത്ര വന്നു? 3,85,000 വന്നു. ഇവിടെ എത്ര വന്നു നോക്കാം? 3,69,000 വന്നുള്ളൂ. മൈനസ് 3,85,000 എത്രേൻ്റെ കുറവ് വന്നിട്ടുണ്ട്? 16,000 കുറവ് വന്നിട്ടുണ്ട്. ആ 16,000 നമ്മൾ എവിടെയെങ്കിലും കണ്ടു നോക്കാം. എവിടെയാണ് കണ്ടത്? ഇസഡിൻ്റെ കറണ്ട് അക്കൗണ്ട് അല്ലേ? അതും എന്ത് തന്നെയാണ്? അവരുടെ അസറ്റാണ് അല്ലേ? അപ്പോൾ ഇസഡിൻ്റെ കറണ്ട് അക്കൗണ്ടും കൂടെ എവിടെ വരും? ഇവിടെ വരും. ഇപ്പം എന്താണ്? ടാലി. ഓക്കെ, ഇത്രയാണ് ഇതിൽ ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് റിവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. സിമ്പിളായിട്ട് നമുക്ക് റിവാലുവേഷൻ അക്കൗണ്ട് നമുക്ക് തന്നിരിക്കുന്ന അസറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് ഇതൊക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് റിവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഇനി അടുത്തതിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ അതെന്ത് ചെയ്യണം? പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഇതിൽ കുറച്ച് കൺഫ്യൂഷൻ വരുന്നത് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്ന കാര്യത്തിലും ഗുഡ് വില്ലിൻ്റെ എമൗണ്ട് ഡിവൈഡ്, അതിൻ്റെ ഒരു കുറച്ച് കൺഫ്യൂഷൻ അവിടെ വരുന്നത്. 1-2 ക്വസ്റ്റ്യൻസ് അത് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ ക്ലിക്കാം. ഓക്കെ, പിന്നെ ക്യാഷ് ആണെങ്കിലും മുട്ടത്തിൽ ഇതൊക്കെ വരണം എന്നുള്ളത് നമ്മൾ മറന്നു. അപ്പോൾ അവിടുത്തെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. ബാക്കി ബാലൻസ് ഷീറ്റ് ടാലി ആവുമെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ആദ്യം തന്നെ റിസൾട്ട്സ് കറണ്ട് അക്കൗണ്ട് നമ്മൾ എഴുതിയില്ല. അപ്പോൾ ഇവിടെ നോക്കാം, ഇതിൽ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് നോക്കാം. ആ എമൗണ്ട് നമ്മൾ എവിടെയെങ്കിലും കണ്ടോ എന്ന് നോക്കാം. ഈ 60,000 ഇപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു 40,000 ഇല്ല. ഇത് ഈ 16,000. അപ്പോൾ ഈ 60,000 ആയിരിക്കും എന്താ അവിടെ വരുന്നതെന്ന് ഊഹിക്കുക. അങ്ങനെ നമ്മളത് അവിടെ കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഷെയറിംഗ് റേഷ്യോ ഒക്കെ കണ്ടുപിടിക്കുന്നതിൽ ആർക്കാണ് ഗെയിം വന്നിരിക്കുന്നതെന്നുള്ളത് നോക്കാം. ഗെയിം വന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ അത് ഗുഡ് വില്ല് കൊണ്ടുവരണം. അപ്പോൾ അതങ്ങനെ അത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അത്രയും മതി. നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ അഡ്മിഷൻ്റെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? റിട്ടയർമെൻറ്റിലേക്ക് കടക്കാം. ഓക്കെ.